നമസ്കാരം. അഴിമതിയെക്കുറിച്ചും നിയമലംഘനങ്ങളെക്കുറിച്ചും ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് CPM-നെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ലെന്നും നടന്നുവരുന്ന കാര്യങ്ങൾ നാട്ടുകാർ കാണുന്നുണ്ടെന്ന് ഓർമ്മ വേണമെന്നും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും CPM ഏരിയ സെക്രട്ടറി V. സിജിമോൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. CPM മറയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറയൂർ പഞ്ചായത്തിന് മുമ്പിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. ആ സമരം സംഘടിപ്പിക്കാനുണ്ടായ കാര്യം വളരെ വ്യക്തതയോടുകൂടി ഞങ്ങൾ നോട്ടീസ് പ്രിന്റ് ചെയ്ത് ബഹുജനങ്ങളെയും അതോടൊപ്പം തന്നെ സമരത്തിൽ പ്രസംഗിക്കുന്ന സഹാക്കൾ ആ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഈ സമരത്തെ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കൂടി അധിക്ഷേപിക്കുന്ന രൂപത്തിലൊരു വാർത്താ സമ്മേളനമാണ് നടത്തിയത്. ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ അകത്ത് മെറിറ്റെടുക്കുന്നതിന് പകരം അത് ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഞങ്ങൾ തള്ളിക്കളയാണ്. ഒന്ന്, CPM ഫണ്ട് പിരിവിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്, ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന നിലയിലാണ് പ്രചരണം നടത്തിയത്. ഞങ്ങളൊരു കാര്യം പറയാം, CPM മറയൂരിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്ന ആളുകളാണ്. അത് ബഹുജനങ്ങളിൽ നിന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന് എല്ലാം പണം സ്വരൂപിക്കുകയും ആ പണം ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തുക. അത് തെരഞ്ഞെടുപ്പ് വന്നാൽ അങ്ങനെയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ കയ്യിൽ നിന്നും ഞങ്ങളൊരു രൂപ പോലും പൈസ വാങ്ങാറില്ല. എന്തെങ്കിലും അവർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് പണം ചെലവഴിക്കേണ്ടി വന്നാൽ ചെലവഴിച്ചോളായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ്, പാർട്ടിയാണ്. അത് ബഹുജനങ്ങൾ നൽകുന്ന പണമാണ്. അപ്പൊ അതുകൊണ്ട് പണം നൽകുന്ന ബഹുജനങ്ങളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണ തന്ത്രമാണ് പ്രസിഡന്റ് നടത്തിയത്. അത് ഇവിടെ റിസോർട്ട് ഇതുപോലെ നടത്തുന്ന ആൾക്കാരിൽ ഗുണഭോക്താക്കളായി വരുന്ന കയ്യേറ്റം നടത്തിയിരിക്കുന്ന ആൾക്കാർ, അല്ലെ അനധികൃത നിർമ്മാണം നടത്തിയ ആൾക്കാർ, അവരിൽ നിന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നത്, ഞങ്ങൾ ഇത്തരം പരാതി ഉന്നയിക്കുന്നത് എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ്. അതെല്ലാം തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള സമീപനമാണ്. അത്തരം ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തി പണം മേടിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്നൊരു ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കാന്തല്ലൂർ പഞ്ചായത്തിലും മറയൂർ പഞ്ചായത്തിലും, കാന്തല്ലൂർ പഞ്ചായത്തിൽ ഭരണവും മറയൂർ പഞ്ചായത്തിൽ 4ഓളം ജനപ്രതിനിധികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബഹുജന പിന്തുണയില്ലേ? ആ ബഹുജന പിന്തുണയിൽ നിന്നല്ലേ ഞങ്ങൾ ബഹുജനങ്ങൾ പണം പാർട്ടിക്ക് നൽകുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് ആരെയും ഭീഷണിപ്പെടുത്തി പണം മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന രീതിയും നമുക്കില്ല എന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. 2, അദ്ദേഹം പറയുന്ന ആക്ഷേപം എന്താ? ഞങ്ങൾ മറയൂർ പഞ്ചായത്തിൽ അനധികൃത നിർമ്മാണം നടത്തുന്നതിനെതിരെ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം അത് സത്യസന്ധമായ കാര്യമില്ലേ? മറയൂരിലെ കണ്ണുള്ള മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയുന്ന കാര്യമില്ലേ? എന്താണ് കേരളത്തിലെ ഭൂനിയമ ഭേദഗതി? ആ ഭൂനിയമ ഭേദഗതി എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന മുഴുവൻ പട്ടയം, അത് കരഭൂമിയാണെങ്കിലും അതുപോലെ പുരയിടമാണെങ്കിലും, ആ പുരയിടം എന്ന് പറയുന്നത് നമുക്ക് വീട് വെക്കാൻ വേണ്ടി മാത്രമേ പെർമിഷൻ ഉള്ളൂ. അത് ആ വീട് വെക്കുന്നതിന് പകരം അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ പണിയാൻ വേണ്ടിയിട്ടുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ് 2026 അനുമതി നൽകിയത്. അനുമതി നൽകിയത് 2026 എന്ന് പറഞ്ഞാൽ പുരയിടമാണ്, അതുകൊണ്ട് അവിടെ റിസോർട്ട് പണിയാം. അങ്ങനെ നടക്കില്ല. അത് പണിയാനുള്ള അനുമതി 2026 നൽകിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നടക്കുന്ന എല്ലാ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഭൂസമരം അടക്കം നടത്തിയത് നമുക്ക് കിട്ടിയിരിക്കുന്ന പട്ടയം കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമാണ്. പകരം അവിടെ വ്യാവസായിക സ്ഥാപനങ്ങളോ വാണിജ്യ സ്ഥാപനങ്ങളോ പണിയുമ്പോൾ അത് നിയമവിരുദ്ധമാണ് എന്ന കോടതിയുടെ പരാമർശം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെതിരായിട്ടാണ് വലിയ നിലയിലുള്ള പോരാട്ടവും സമരവും എല്ലാം സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി ആ ഉത്തരവ് കഴിഞ്ഞ LDF ഗവൺമെന്റ് മാറ്റി ഈ കൃഷിക്കാരന് നൽകിയിരിക്കുന്ന പട്ടയഭൂമിയിൽ അവന് നൽകിയിരിക്കുന്ന ഭൂമി മറ്റാവശ്യങ്ങൾ, വീട് വയ്ക്കുന്നതിനും കൃഷിക്കുമല്ലാതെ മറ്റാവശ്യങ്ങൾ, വാണിജ്യ ആവശ്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്താം എന്ന നിയമം ഇപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച കാര്യം എന്താ? ഇവിടെ നിലം കരിമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് 42 പേര് ഇവിടെ മാശുവലിൽ തന്നെ
മെമ്പറിന് അറിയാം അല്ലേ? എത്ര പേരാണ് ലൈഫിൽ എഗ്രിമെന്റ് വെക്കാൻ പറ്റാത്ത ആൾക്കാർ? 55 പേർക്ക് ലൈഫിൽ എഗ്രിമെന്റ് വെക്കാൻ പറ്റിയിട്ടില്ല. ആ ലൈഫിൽ എഗ്രിമെന്റ് വെക്കാൻ 55 പേർക്ക് പറ്റാത്തപ്പോഴാണ് മറയൂർ പഞ്ചായത്തിൽ ഇത്തരം വ്യാപകമായ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ടൈമിലും ഇദ്ദേഹം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ, ഇപ്പൊ അദ്ദേഹം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ? 55 പേർക്ക് ലൈഫിൽ എഗ്രിമെന്റ് വെക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇവിടെ ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു, അതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളുടെ പരാതി എന്ത് എന്നാണോ ചോദിക്കേണ്ടത്? അതാണോ ന്യായമായ ഒരു കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി എവിടെ എന്നാണോ ചോദിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലല്ലേ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അതിന് പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചാണോ തെറ്റ്? ഞങ്ങൾ ഈ പാവപ്പെട്ട 55 പേർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ തെറ്റ്? ഞങ്ങൾ അങ്ങനെ അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ 55 പേർക്ക് നിങ്ങൾ ലൈഫിന്റെ അകത്ത് വീടിന് പെർമിഷൻ കൊടുക്കാൻ അവർക്ക് അനുമതി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 55 പകരം 100 കണക്കിന് കെട്ടിടങ്ങൾ അനധികൃതമായി കെട്ടിടം കെട്ടുകയും അതിന് നമ്പർ ഇട്ട് കൊടുക്കുകയും അതിന് ലൈസൻസ് കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 3000-ലധികം വാഹനം ഉടുമ്പൽപേട്ട ഇന്ന് മൂന്നാറിലേക്കും മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട ഭാഗത്തേക്കും ടൂറിസ്റ്റുകൾ ഈ വഴി സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മറയൂരിൽ ഒന്ന് ഇറങ്ങി വണ്ടി ഒന്ന് നിർത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? കരിമുട്ടിയിൽ ഈ 2025 അവിടെ 1 സെന്റ് സ്ഥലം 12,000 രൂപയ്ക്കാണ് ഗണേശൻ എന്ന് പറയുന്ന മുൻ ADMKയുടെ നേതാവ്, ഇപ്പോൾ ADMKയുടെ നേതാവായിട്ടുള്ള ആൾ വിറ്റത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഒരു 25,000 രൂപയ്ക്ക് പഞ്ചായത്തിന് 1 ഏക്കർ സ്ഥലം മേടിക്കുന്ന 25 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. ഒരു 3 ഏക്കർ സ്ഥലം പഞ്ചായത്തിനോടെ വില കൊടുത്ത് വാങ്ങാൻ പാടില്ലേ? മറയൂരിന്റെ ഭാവി വികസനത്തിന് ഉതകുന്ന രൂപത്തിൽ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ആലോചന നടത്താൻ മറയൂർ പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? അപ്പൊ പറയാണ് പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മ കൊടുത്തിട്ട് വീണ്ടും പണിയാണ്. നാണമുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ? സ്റ്റോപ്പ് മെമ്മ കൊടുക്കുകയും പിന്നിൽ കൂടി നിങ്ങൾ ഇത് പണിതോ എന്ന് അനുമതി കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ബെഡ്റൂം പണിയിൽ ഒരു ഇഷ്ടം എടുത്ത് വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇരട്ട നീതിയാണ്. ആ ഇരട്ട നീതിക്കെതിരെയാണ് ഞങ്ങൾ സമരം സംഘടിപ്പിച്ചത്. ഇവിടെ നടത്തുന്ന തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്, അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളെ ആരെയും ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെ എല്ലാം ജീവിതം സുതാര്യമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ്. ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ചെമ്മൻകുഴിയിൽ 52 ഫ്ലോട്ടാണ് അളന്നത്. അദ്ദേഹം പറയുന്നത് 40 പേർക്കാണ് കൊടുത്തത്. ഓക്കെ, 40 പേര്, ബാക്കി 12 പേരുണ്ടല്ലോ, 12 ഫ്ലോട്ട് ഉണ്ടല്ലോ. ആ 12 ഫ്ലോട്ട് അർഹരായ ആളുകൾക്ക് കൊടുക്കൂ. ഞങ്ങൾ പറഞ്ഞത് എന്താ? പരാതി എവിടെ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് പരാതി, എത്ര പരാതിയാണ് കൊടുത്തിരിക്കുന്നത്? പരാതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല, പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ചെമ്മൻകുഴിയിൽ അവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് ഇനി ബാക്കി കൊടുക്കാനുള്ള ഫ്ലോട്ട് കൊടുത്താൽ മതി. അതുപോലെ അനർഹമായി കൊടുത്തിരിക്കുന്ന ആളുകൾ വേറെ വീടും സ്ഥലവും സർക്കാർ ജോലിയും മറ്റു സ്ഥലങ്ങളിൽ വീടും സ്ഥലവും എല്ലാം ഉള്ള ആളുകൾക്ക് അവിടെ സീറോ ലാൻഡ് പദ്ധതിക്കകത്ത് അവരെ ഗുണഭോക്താവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തെറ്റാണ്. ലൈഫിന്റെ അകത്ത് കൊടുത്ത വീട് വിറ്റില്ലേ? അപ്പൊ പറയാണ് CPMന്റെ ആളുകൾ മറ്റേ വീടിന്റെ അകത്ത് ഹോം സ്റ്റേ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് പറഞ്ഞെന്തെന്നറിയോ? ലൈഫ് എന്ന് പറയുന്ന പദ്ധതി അവർക്ക് ലൈഫ് പദ്ധതിക്കകത്തൊരു വീട് മാത്രമല്ല, വീടിനോടൊപ്പം ഉപജീവനം നടത്തണം. അതിന് കഴിഞ്ഞ ഗവൺമെന്റ് മറയൂർ പഞ്ചായത്തിൽ 2 പേരെ പഞ്ചായത്തിൽ ഈ ഉപജീവന മാർഗം കണ്ടെത്താൻ, അതായത് ലൈഫ് പദ്ധതിക്കകത്ത് വീട് കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ധനസഹായം ഏർപ്പെടുത്തി കൊടുക്കാനും ബാങ്ക് വായ്പ എടുക്കാനും അവരുടെ സ്വയം തൊഴിൽ പുഷ്ടിപ്പെടുത്തുന്നതിനും വേണ്ടി 2 ജീവനക്കാരെ മറയൂർ പഞ്ചായത്തിൽ നിയമിച്ചിട്ടുണ്ട് സർക്കാർ. ലൈഫ് വീടിന്റെ അകത്ത് ആ ഹോം സ്റ്റേ നടത്താം, അവർക്ക് മിച്ചർ ഉണ്ടാക്കി വയ്ക്കാം, അവർക്ക് അച്ചാറുണ്ടാക്കി വയ്ക്കാം. ലൈഫ് പദ്ധതിക്കകത്ത് വീട് കിട്ടിയേക്കുന്ന ആ വീട്ടില് ചായക്കട നടത്തണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ചായക്കട വേണമെങ്കിൽ ചായക്കട നടത്താൻ ഒന്നും തെറ്റില്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഈ ഉമ്മാക്കി ഒന്നും കാണിച്ച് ഞങ്ങളെ പീഡിപ്പിക്കാൻ നോക്കണ്ട.